പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2021 ഫെബ്രുവരി 28 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളജ്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലും കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് എക്സാമുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. വിച്ച് കമ്പനീസ് റിസീവ്ഡ് ദി സേഫ്റ്റി അവാർഡ് 2020 ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഇൻ കേരള? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് സ്ഥാപിച്ച സേഫ്റ്റി അവാർഡ് 2020 ലഭിച്ച കമ്പനികൾ ഏതെല്ലാം? FACT ആൻഡ് HLL ലൈഫ് കെയർ ലിമിറ്റഡ്. 500 തൊഴിലാളികളുടെ മുകളിൽ ഉള്ള കാറ്റഗറിയിൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡും HLL ലൈഫ് കെയർ തിരുവനന്തപുരം സേഫ്റ്റി അവാർഡ് 2020 കരസ്ഥമാക്കി. 251 മുതൽ 500 തൊഴിലാളികളുടെ കാറ്റഗറിയിൽ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസും അവാർഡ് കരസ്ഥമാക്കി. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് സ്കിൽസ് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നു. The Surya Festival is one of the world's largest arts festival that will be inaugurated in which city of Kerala on 7th March? മാർച്ച് 7 കേരളത്തിലെ ഏത് നഗരത്തിലാണ് ഉദ്ഘാടനം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കലോത്സവങ്ങളിലൊന്നായ സൂര്യ ഫെസ്റ്റിവൽ? തിരുവനന്തപുരം. 51 ദിവസം നീണ്ടു നിൽക്കുന്ന സൂര്യ ഫെസ്റ്റിവൽ മാർച്ച് 7 ആരംഭിക്കുകയും ഏപ്രിൽ 26 അവസാനിക്കുന്ന ഈ ഫെസ്റ്റിവൽ ആരംഭിച്ചത് 1977 Which country is organizing an air show from 3rd March 2021 to 5 March 2021 where Indian Air Force aircraft is participating? 2021 മാർച്ച് 3 മുതൽ 5 വരെ നടക്കുന്ന ഏത് രാജ്യത്തിൻ്റെ എയർ ഷോയിലാണ് ഇന്ത്യൻ എയർഫോഴ്സ് പങ്കെടുക്കുന്നത്? ശ്രീലങ്ക. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സൂര്യകിരൺ, സാരംഗ്, തേജാസ് എന്നീ 3 തരത്തിലുള്ള വിമാനങ്ങളാണ് ശ്രീലങ്കൻ എയർഫോഴ്സിൻ്റെ എയർ ഷോയിൽ പങ്കെടുക്കുന്നത്. ശ്രീലങ്കൻ എയർഫോഴ്സിൻ്റെ കമാൻഡർ എയർ മാർഷൽ സുദർശന പത്തിറാനയുടെ ക്ഷണപ്രകാരമാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഈ എയർ ഷോയിൽ പങ്കെടുക്കുന്നത്. ശ്രീലങ്കൻ എയർഫോഴ്സിൻ്റെ 70ാമത്തെ വാർഷികമാണ് മാർച്ച് 3 മുതൽ മാർച്ച് 5 വരെ. വിച്ച് യൂണിവേഴ്സിറ്റി became the first institution in the country to award digital degrees to its 178,719 students on 27 February 2021? 2021 ഫെബ്രുവരി 27 1,78,719 വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ ഡിഗ്രി നൽകിയ രാജ്യത്തെ ആദ്യത്തെ സ്ഥാപനമായി മാറിയ സർവകലാശാല ഏതാണ്? ദി ഡൽഹി യൂണിവേഴ്സിറ്റി. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ആക്ടിംഗ് വൈസ് ചാൻസലർ PC ജോഷി അവകാശപ്പെട്ടത് ഡൽഹി യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ 1,78,719 പേർക്ക് ഡിജിറ്റൽ ഡിഗ്രി നൽകാൻ സാധിച്ചു അവരുടെ 97ാമത്തെ ആനുവൽ കോൺവക്കേഷനിൽ. Which country celebrated its traditional lantern festival on 26 February 2021? 2021 ഫെബ്രുവരി 26 പരമ്പരാഗത ലാൻറ്റൺ ഉത്സവം ആഘോഷിച്ച രാജ്യം? ചൈന. സ്പ്രിംഗ് ഫെസ്റ്റിവൽ എന്ന പേരിലും ലാൻറ്റൺ ഫെസ്റ്റിവൽ എന്ന പേരിലും അറിയപ്പെടുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ലാൻറ്റൺ ഫെസ്റ്റിവൽ ചൈന 2021 ഫെബ്രുവരി 26 ആഘോഷിച്ചു. ലാൻറ്റൺ ഫെസ്റ്റിവൽ ചൈനയുടെ ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ ആണ്. The UN Committee for Development Policy has recommended the graduation of Bangladesh from which category? ഏത് വിഭാഗത്തിൽ നിന്നാണ് ബംഗ്ലാദേശ് ഗ്രാജുവേഷൻ നേടാൻ UN Committee for Development Policy ശുപാർശ ചെയ്തത്? ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി LDC. ബംഗ്ലാദേശിനെ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി എന്ന കാറ്റഗറിയിൽ നിന്ന് ഉയർന്ന കാറ്റഗറി ആയിട്ടുള്ള ഗ്രാജുവേഷൻ ഓഫ് ബംഗ്ലാദേശ് എന്നതിലേക്ക് എത്തിക്കാൻ UN കമ്മിറ്റി
ഫോർ ഡെവലപ്മെൻറ്റ് പോളിസി ശുപാർശ ചെയ്തു. ഇത് പ്രതിശീർഷ വരുമാനം, മനുഷ്യ ആസ്തി, സാമ്പത്തിക പരിസ്ഥിതി ദുർബലത എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആണ് ഇതിൻ്റെ യോഗ്യതാ മാനദണ്ഡങ്ങൾ. വിച്ച് മെഡൽ വൺ ബൈ ദി മെൻസ് സ്കീറ്റ് ടീം ഇവൻ്റ് അറ്റ് ദി ഷോട്ട് ഗൺ വേൾഡ് കപ്പ് ഇൻ കെയ്റോ. കെയ്റോയിൽ നടന്ന ഷോട്ട് ഗൺ ലോകകപ്പിൽ പുരുഷന്മാരുടെ ടീം മത്സരത്തിൽ നേടിയ മെഡൽ ഏതാണ്? ബ്രോൺസ് മെഡൽ. കെയ്റോയിൽ നടന്ന ഇൻ്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ടൂർണമെൻറ്റ് ഷോട്ട് ഗൺ വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമായിട്ടുള്ള മൈരാജ് അഹമ്മദ് ഖാൻ, അൻഗാഡ് വീർ സിംഗ് ബാജ്വ, ഗുജറാത്ത് കാംഗറു എന്നിവർ അടങ്ങുന്ന ഈ ടീം ബ്രോൺസ് മെഡൽ നേടി. റഷ്യയാണ് മെൻസ് കാറ്റഗറിയിലും വിമൻസ് കാറ്റഗറിയിലും ഗോൾഡ് മെഡൽ നേടുന്നത്. ചെക്ക് റിപ്പബ്ലിക് മെൻസിലും വിമൻസിലും സിൽവർ മെഡൽ നേടി. ഇന്ത്യ മെൻസിൽ 3-ാം സ്ഥാനവും വിമൻസ് ടീമിൽ 4-ാം സ്ഥാനവുമാണ്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു എക്സാമിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.